അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജീവിത ചരിത്ര കഥയുടെ ചുരുക്കഭാഗമാണ് ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ദാവൂദ് നബിയുടെ മരണശേഷം സുലൈമാൻ നബി രാജാവായി വാഴുന്നു. അദ്ദേഹം ഏറ്റവും നല്ല രാജ്യത്തിന്റെ ഉടമയായി മാറുവാൻ വേണ്ടി അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. ബുദ്ധിശക്തി മാത്രമല്ല, മറ്റു പല കഴിവുകളും നൽകി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹം വിചാരിക്കുന്നത് പോലെ കാറ്റിനെ നിയന്ത്രിക്കാനുള്ള കഴിവും അള്ളാഹു അദ്ദേഹത്തിന് നൽകി. അദ്ദേഹത്തിന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവും അള്ളാഹു നൽകി. പക്ഷികളുമായി സംസാരിക്കുവാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഒരിക്കൽ പ്രവാചകനും തന്റെ സൈന്യങ്ങളും അസ്കലോണിലേക്ക് പോകുന്നതിനായി താഴ്വരയിലൂടെ പോവുകയായിരുന്നു. അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പ് അവരുടെ സൈന്യത്തെ കണ്ടു. അപ്പോൾ ആ ഉറുമ്പ് മറ്റു ഉറുമ്പുകളോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വീടുകളിലേക്ക് കയറിപ്പോവുക, അല്ലെങ്കിൽ സുലൈമാൻ നബിയും സൈന്യവും നമ്മെ ചവിട്ടുമെതിക്കും. ഇത് കേട്ടപ്പോൾ പ്രവാചകന് വളരെ സന്തോഷമായി. ഞാനൊരു പ്രവാചകനാണെന്ന് ഈ ചെറിയ ഉറുമ്പിന് പോലും അറിയാമല്ലോ. അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് ഉറുമ്പുകളുടെ ജീവൻ രക്ഷിച്ചതിന് നബി അള്ളാഹുവിനെ സ്തുതിച്ചു. ഒരിക്കൽ സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും വിളിച്ചുകൂട്ടി. ഒരു പക്ഷി ഒഴികെ മറ്റെല്ലാ പക്ഷികളും മൃഗങ്ങളും അവിടെ ഹാജരായി. ഹുദ്ഹുദ് എന്ന പക്ഷിയായിരുന്നു അത്. തക്കതായ കാരണം ഇല്ലാതെയാണ് ആ പക്ഷി പ്രവാചകന്റെ അരികിലേക്ക് വരാതിരുന്നത് എങ്കിൽ തക്കമായ ശിക്ഷ നൽകണമെന്ന് പ്രവാചകൻ തീരുമാനിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ പക്ഷി കൊട്ടാരത്തിലേക്ക് പറന്നു വന്നു. എന്നിട്ട് വൈകി വരാനുണ്ടായ കാരണം സുലൈമാൻ നബിയോട് ആ പക്ഷി പറഞ്ഞു, അങ്ങേക്കറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ സബായിൽ നിന്നും ചില പ്രധാനപ്പെട്ട വാർത്തകളുമായാണ് വരുന്നത് എന്ന് ആ പക്ഷി പറഞ്ഞു. പക്ഷിയുടെ വാക്ക് പ്രവാചകന്റെ ദേഷ്യം കുറക്കുകയും അത് അദ്ദേഹത്തെ കൗതുകപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് പക്ഷി തുടർന്നു, ആ സഭ ഭരിക്കുന്നത് ബൽക്കിസ് എന്ന രാജ്ഞിയാണ്. അവർക്ക് ധാരാളം സമ്പത്തുമുണ്ട്, മഹത്തായൊരു സിംഹാസനവുമുണ്ട്. പക്ഷേ അവരെയും അവരുടെ ജനങ്ങളെയും മുഴുവനായും ഭരിക്കുന്നത് ഒരു ചെകുത്താനാണ്. കാരണം ഈ സമ്പത്തെല്ലാം ഉണ്ടായിട്ടും അവർ ദൈവത്തെ ആരാധിക്കാതെ സൂര്യനെ ആരാധിക്കുന്നു. ആ പക്ഷി പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വേണ്ടി രാജാവ് തീരുമാനിച്ചു. അതിനാൽ പ്രവാചകൻ ആ രാജ്ഞിക്കൊരു കത്തയച്ചു. ആ പക്ഷി ബൽക്കീസിന്റെ സാമ്രാജ്യത്തിലേക്ക് പറന്നു. രാജ്ഞിയുടെ മുമ്പിൽ ആ എഴുത്തിട്ടതിനു ശേഷം പക്ഷി പറന്നുപോയി. അതിശയത്തോടെ ആ രാജ്ഞി ആ കത്ത് തുറന്നു നോക്കി. പ്രവാചകന്റെ ആശംസകൾ അവർ വായിച്ചു. കൂടാതെ സർവശക്തനായ അള്ളാഹുവിനെ ആരാധിക്കുവാൻ അവർ അതിൽ എഴുതിയിരുന്നു. രാജ്ഞി വളരെ അസ്വസ്ഥയായിരുന്നു. എന്നിട്ടവർ പെട്ടെന്ന് അവരുടെ ഉപദേശകരെ വിളിച്ചുകൂട്ടി. അവരും ആ എഴുത്ത് വായിച്ചു. പ്രവാചകൻ അവരെ ഭീഷണിപ്പെടുത്തിയതായി അവർക്ക് തോന്നി. പ്രവാചകനുമായി യുദ്ധത്തിനു പകരം സമാധാനപരമായ ഒരു നീക്കമാണ് നല്ലത് എന്ന് രാജ്ഞിക്ക് തോന്നി. അതിനൊരു നല്ല മാർഗം അവർ കണ്ടെത്തി. വില പിടിച്ച കുറച്ച് സമ്മാനങ്ങളുമായി പ്രവാചകന്റെ കൊട്ടാരത്തിലേക്ക് അവരുടെ ദൂതന്മാരെ പറഞ്ഞയച്ചു. എന്നിട്ട് പ്രവാചകന്റെ രാജ്യത്തെക്കുറിച്ചും ദൂതന്മാരെ കുറിച്ചും മനസ്സിലാക്കാൻ അവർ ദൂതന്മാരെ പറഞ്ഞയച്ചു. ദൂതന്മാർ പ്രവാചകന്റെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ പ്രവാചകന്റെ രാജ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവാചകന്റെ രാജ്യം ഒന്നുമല്ലെന്ന് അവർക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ മൃഗങ്ങളും പക്ഷികളും ജിന്നുകളും സേവനം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞ് അവർ അത്ഭുതപ്പെട്ടു. അങ്ങനെ അവർ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ പ്രവാചകന്റെ സമ്പത്ത് താരതമ്യപ്പെടുത്തുവാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. കൊട്ടാരത്തിന്റെ തറകൾ പോലും ചന്ദനവും സ്വർണവും കൊണ്ട് നിർമ്മിച്ചതാണ്. ദൂതന്മാർ പ്രവാചകനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നതാണെന്ന് പ്രവാചകന് മനസ്സിലായി. അവർ സമ്മാനം കൊടുത്തപ്പോൾ പ്രവാചകന്റെ പ്രതികരണം കണ്ട് അവർ ഞെട്ടിപ്പോയി. അള്ളാഹു എനിക്ക് ധാരാളം സമ്പത്തും ഒരു വലിയ സാമ്രാജ്യവും എനിക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ എനിക്ക് പ്രവാചകത്വവും നൽകിയിട്ടുണ്ട്. സമ്മാനങ്ങളൊന്നും പ്രവാചകൻ തുറന്നു നോക്കാതെ അതെല്ലാം തിരികെ കൊണ്ടുപോകണമെന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു. പ്രവാചകൻ അവരുടെ കയ്യിൽ രാജ്ഞിക്കൊരു കത്ത് കൊടുത്തയച്ചു. അള്ളാഹുവിനെ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ രാജ്യം നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കത്ത് പ്രവാചകൻ രാജ്ഞിക്ക് കൊടുത്തയച്ചു. സമ്മാനങ്ങളുമായി ദൂതന്മാർ തിരിച്ചെത്തി. അവർ ആ കത്ത് രാജ്ഞിക്ക് നൽകി. അവർ തിരിച്ചെത്തി. കൂടാതെ അവർ അവിടെ കണ്ട അത്ഭുതങ്ങളെക്കുറിച്ച് രാജ്ഞിയോട് പറഞ്ഞു. ദൂതന്മാരിൽ ഒരാളോട് താൻ അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട് എന്ന കാര്യം അറിയിക്കാൻ ആവശ്യപ്പെട്ടു. രാജ്യഭൃത്യന്മാരും സേവകരുമായി അവർ അവിടെ നിന്നും ആ രാജ്യത്തേക്ക് പുറപ്പെട്ടു. സാബയുടെ രാജ്ഞി വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ സുലൈമാൻ നബി അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. രാജ്ഞിയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ജിന്നുകളുടെ സഹായത്തിനായി അവർ ജിന്നുകളെ വിളിച്ചുകൂട്ടി. രാജ്ഞി കൊട്ടാരത്തിൽ എത്തുന്നതിന് മുമ്പായി നിങ്ങൾ അവരുടെ സിംഹാസനം എടുത്തുകൊണ്ടുവരണം എന്ന് പ്രവാചകൻ ജിന്നുകളോട് ആവശ്യപ്പെട്ടു.
അവർ ഇരുന്നെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അത് ഇവിടെ എത്തിക്കും എന്ന് അതിൽ നിന്നും ഒരു ജിന്നു പറഞ്ഞു. പ്രവാചകൻ ഒന്നും മറുപടി പറഞ്ഞില്ല. കാരണം പ്രവാചകനെ അതിലും വേഗത്തിൽ എത്തിക്കണമായിരുന്നു. അപ്പോൾ മറ്റൊരു ജിന്ന് പറഞ്ഞു, അങ്ങ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായി ഞാൻ അത് ഇവിടെ എത്തിക്കാം എന്ന് മറ്റൊരു ജിന്ന് പ്രവാചകനോട് പറഞ്ഞു. ഇത്രയും പെട്ടെന്ന് അത് ഇവിടെ എത്തിക്കുവാൻ വേണ്ടി ജിന്നുകൾ തമ്മിൽ മത്സരമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ സിംഹാസനം രാജാവിന്റെ മുന്നിലെത്തി. 2000 മൈൽ അകലെയുള്ള യമനിൽ നിന്നും ബൽക്കീസിന്റെ സിംഹാസനം ഒരു നിമിഷം കൊണ്ട് പ്രവാചകന്റെ മുൻപിലെത്തിച്ചു. ബൽക്കീസ് കൊട്ടാരത്തിലെത്തിയപ്പോൾ ആഘോഷവും ചടങ്ങുമായി അവരെ സ്വാഗതം ചെയ്തു. അപ്പോൾ പ്രവാചകൻ സിംഹാസനത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത് നിങ്ങളുടെ സിംഹാസനമാണ്. വീണ്ടും രാജ്ഞി സിംഹാസനത്തെ നോക്കി. അവൾ ബുദ്ധിമതിയും സമർത്ഥയുമാണെന്ന് പ്രവാചകന് മനസ്സിലായി. കുറച്ചുനേരം ആലോചിച്ചതിനു ശേഷം അവർ പറഞ്ഞു, ഇത് എന്റെ സിംഹാസനത്തെ പോലെയുണ്ട്. പിന്നീട് രാജ്ഞിയെ കൊട്ടാരത്തിനകത്തേക്ക് സ്വാഗതം ചെയ്തു. കൊട്ടാരത്തിനകത്ത് തറകളിൽ അതിമനോഹരമായ ഗ്ലാസുകൾ പതിച്ചിരുന്നു. രാജ്ഞി ഗ്ലാസിലേക്ക് ചവിട്ടുമ്പോൾ അത് വെള്ളമാണെന്ന് വിചാരിച്ച് നനയാതിരിക്കാൻ അവർ തന്റെ വസ്ത്രം ചെറുതായിട്ട് പൊക്കി. ഇത് യഥാർത്ഥത്തിൽ ഗ്ലാസ് ആണെന്നും വെള്ളമല്ലെന്നും പ്രവാചകൻ രാജ്ഞിയോട് പറഞ്ഞു. അതുകണ്ട് ബൽക്കീസ് അത്ഭുതപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ രാജ്ഞി ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. അദ്ദേഹം ഒരു നല്ല ഭരണാധികാരി മാത്രമല്ല, ദൈവദൂതനും കൂടിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ആരാധിക്കുന്ന സൂര്യൻ ഒന്നുമല്ലെന്നും അത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി മാത്രമാണെന്നും അവർ തിരിച്ചറിഞ്ഞു. അവർക്ക് നല്ല കുറ്റബോധം തോന്നുകയും സൂര്യനെ ആരാധിക്കുന്നത് നിർത്തുകയും അതുപോലെ ചെയ്യാൻ തന്റെ പ്രജകളോട് ആവശ്യപ്പെടുകയും ചെയ്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ മഹത്വത്തോടെ ജീവിച്ചു. എല്ലാ ജീവികളും അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്തു. ഒരു ദിവസം പ്രവാചകൻ തന്റെ വടിയുമായി ജിന്നുകളുടെ ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇരിക്കുന്ന അതേ ഇരുത്തത്തിൽ അദ്ദേഹം വഫാത്തായ കാര്യം കുറെ കാലം ആർക്കും മനസ്സിലായില്ല. പ്രവാചകൻ ഇരിക്കുകയാണെന്നാണ് എല്ലാവരും കരുതിയത്. ജിന്നുകൾ അവരുടെ ജോലി ദിവസങ്ങളോളം തുടർന്നുകൊണ്ടിരുന്നു. ജിന്നുകൾ കരുതിയത് പ്രവാചകൻ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വിശന്നു വന്ന ഉറുമ്പുകൾ പ്രവാചകന്റെ വടിയിൽ കടിക്കാൻ തുടങ്ങി. ഉറുമ്പുകൾ പ്രവാചകന്റെ വടിയുടെ അടിഭാഗത്ത് നിന്ന് കടിക്കുവാൻ തുടങ്ങി. വടി പ്രവാചകന്റെ കയ്യിൽ നിന്നും വീഴുന്നതുവരെ അവർ അത് തുടർന്നു. ആ വടി വീണപ്പോൾ പ്രവാചകന്റെ ശരീരവും താഴോട്ട് വീണു. അപ്പോൾ കുറെ മുമ്പ് തന്നെ പ്രവാചകൻ വഫാത്തായിരുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കി. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ ഇരിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ മരണം ആരും അറിഞ്ഞതേയില്ല. പ്രവാചക ചരിത്രത്തിന്റെ ചുരുക്കം ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.